മമതാ ബാനർജിക്ക് ബംഗാളിൽ മുഖ്യമന്ത്രിയായി തുടരാൻ കഴിയുമോ അതോ മമതയെ തൂത്തെറിഞ്ഞുകൊണ്ട് അവിടെ BJP അധികാരം പിടിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 179 രൂപ ഒരു മാസം അടച്ചുകൊണ്ട് ആ മെമ്പർഷിപ്പ് എടുക്കാം. എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും കിട്ടണമെന്നില്ല, കാരണം ഏതെങ്കിലും വീഡിയോകൾ നേരത്തെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എടുക്കാൻ വേണ്ടി നിങ്ങളോട് നമ്മൾ പറയുന്നത്. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്താൽ മതി. ലെവൽ 2-ൽ 359 രൂപയാണ്, അതും എടുക്കാം. ഇനി അതല്ല നേരിട്ട് തന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് നമ്മൾ താഴെ ഇതിൻ്റെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു. കാരണം സത്യം പറയുകയും നിഷ്പക്ഷമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചാനൽ ഇവിടെ വേണം എന്നുള്ളത് കൊണ്ടാണ്. വസ്തുതകളല്ലാത്ത ഒന്നും തന്നെ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തെറ്റുകളുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുകയും ചെയ്യും എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ബംഗാളിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബംഗാളിൽ നിരവധി എക്സിറ്റ് പോൾ സർവേകൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. ആ ബംഗാളിൽ വന്നിട്ടുള്ള സർവേകളിൽ ഏതാനും ചില സർവേകൾ പറയുന്നത് 155 സീറ്റുകൾ നേടിക്കൊണ്ട് അവിടെ അധികാരത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. BJP 155 മുതൽ 170 വരെയുള്ള സീറ്റുകളൊക്കെ നേടാമെന്നുള്ളതാണ്. ഇത്തവണ അവിടെ പ്രെഡിക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളത് അവിടെ ഒരു 90 ലക്ഷത്തിലധികം വരുന്ന ആളുകളെ SIRൻ്റെ പേരിൽ പുറത്താക്കിയിട്ടുള്ളൊരു സ്റ്റേറ്റാണത്. അതിൽ തന്നെ 64% പേർ ഹിന്ദുക്കളും ഏതാണ്ട് 33-34% പേർ മുസ്ലിംസുമായിട്ടുള്ള ജനസംഖ്യയിൽ നിന്നാണ് ആളുകളെ പുറത്താക്കിയിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ വരും എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ വലിയൊരു ശതമാനം, 6-7 കോടിയുള്ള വോട്ടേഴ്സ് ഉള്ള ഒരു സംസ്ഥാനത്തിൽ 95 ലക്ഷത്തോളം ആളുകൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഭീകരമായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. 2001 ബംഗാളിലുള്ളത് 4.86 കോടിയോളം വരുന്ന ആളുകളാണ് വോട്ടേഴ്സ് ഉള്ളതെങ്കിൽ 2006 അത് 4.81 ആയി, 2011 5.62 ആയി, 2016 6.59 ആയി, 2021 എത്തിയപ്പോഴേക്കും അത് 7.34 കോടിയായി തീർന്നിരുന്നു. ഇപ്പം അതിൽ നിന്നും 50 ലക്ഷം വോട്ടേഴ്സ് ടോട്ടലി കുറഞ്ഞിട്ടുണ്ട്. ആ കുറഞ്ഞത് 90 ലക്ഷം പേരെ ഒഴിവാക്കി കുറേ പേരെ കൂട്ടിച്ചേർത്തു, അങ്ങനെയാണ് അത്ര വന്നിട്ടുള്ളത്. അപ്പോൾ വന്നിട്ടുള്ളപ്പോൾ 2026 6.82 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഉള്ളത്. ഈ ഫൈനൽ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഏതാണ്ട് ഈ പറയുന്ന 85.2% ആളുകളാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് 215 സീറ്റുകൾ മേടിച്ചുകൊണ്ട് വലിയ വിജയം കരസ്ഥമാക്കി എന്നുള്ളതാണ് വാസ്തവം. BJPക്ക് 77 സീറ്റുകൾ വരെ മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളിലുമൊക്കെ തന്നെ BJPയെ ജയിപ്പിച്ചിട്ടുള്ള ഒരുപാട് എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് ആദ്യമേ തന്നെ പറഞ്ഞു നോക്കട്ടെ. ഇനി അടുത്തത് ഈ BJP ഇപ്പോൾ നമ്മുടെ ബംഗാളിലെ എക്സിറ്റ് പോളുകളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ മാട്രിക്സ് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് 125-140 സീറ്റുകൾ നേടുമെന്നാണെങ്കിൽ BJP പറയുന്നത് 146, BJPക്ക് 146 മുതൽ 161 വരെ സീറ്റുകൾ നേടുമെന്നാണ്. അതുപോലെ PMARC, റിപ്പോർട്ടർ TVയുടെ PMARC പറയുന്ന, അവർക്ക് വേണ്ടി സർവേ എടുത്തിട്ടുള്ളത് പറയുന്നത് 118 മുതൽ 138 വരെ സീറ്റുകൾ TMC നേടുമ്പോൾ 150 മുതൽ 175 വരെയുള്ള സീറ്റുകൾ നേടി BJP അധികാരം നിലനിർത്തുമെന്നാണ്. പീപ്പിൾസ് പൾസ് നേരെ തിരിച്ചാണ് പറയുന്നത്. അവർ പറയുന്നത് TMC അധികാരം നിലനിർത്തുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റൊക്കെ കുറയും, പക്ഷേ 177 മുതൽ 185 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് അവർ അധികാരം നിലനിർത്തും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. 95-110 സീറ്റുകളിലേക്ക് BJPക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി സർവേകളുണ്ട് വേറെയും. ഞാനിപ്പോൾ മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല എന്നുള്ളത് നിങ്ങളോട് ആദ്യമേ തന്നെ പറഞ്ഞു വെക്കട്ടെ. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതിലേതാണ് നമുക്ക് കുറച്ചുകൂടി റിലേ ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോക്കിയിരുന്നു. ഓരോ റീജിയണും എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിരുന്നു. അതെല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, ഏതാണ്ട് ഇപ്പോൾ ലാസ്റ്റ് വായിച്ചിട്ടുള്ള ഈ പറയുന്ന റിപ്പബ്ലിക്കിൻ്റെ PMARCൻ്റെ സർവേ ആണ് കുറച്ചും കൂടി നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നൊരു കാര്യം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതിൽ PMARCൻ്റെ അല്ല, നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ സർവേ, PMARCൻ്റെ സർവേ ഒക്കെ 180-175 സീറ്റുകളാണ് പറയുന്നതെങ്കിൽ അവിടെ ഏതാണ്ട് ഒരു 175-180 സീറ്റുകളിലേക്ക് നേടിക്കൊണ്ട് മമതാ ബാനർജി അധികാരത്തിലേക്ക് തന്നെ വരും. 210 സീറ്റുകളിലേക്ക് എത്താൻ ഒരുപക്ഷെ അവർക്ക് കഴിയില്ല. അതുപോലെ ഒരു 100-110 സീറ്റുകളിലേക്ക് ഒരുപക്ഷെ BJP എത്തിയേക്കാം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കാരണം കുറച്ചുകൂടി നേട്ടം BJPക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയും. കഴിഞ്ഞ തവണ തന്നെ
ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന് 48.5% വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. 77 സീറ്റുകളിലേക്ക് BJP എത്തുമ്പോൾ അവർക്ക് 38.4% വോട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇത്തവണ ചെറിയൊരു പെർസെൻറ്റേജിലുള്ള വർധനവ് അവർക്ക് ഉണ്ടാകുമെന്നുള്ളത് ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനേക്കാൾ വലിയൊരു നേട്ടം BJPക്ക് ഉണ്ടാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഇതിനകത്ത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പോലുമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് വലിയ യുദ്ധമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ സോഷ്യൽ മീഡിയയൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി, അതായത് BJPയുടെ സ്ഥാനാർത്ഥി, അവർക്ക് കേന്ദ്രസേനയുടെയൊക്കെ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ വലിച്ചുകൊണ്ട് ഒരു കേന്ദ്രസേനയുടെ ഈ പറഞ്ഞ പോലെ കേന്ദ്രസേനയുടെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി വലിച്ചുകൊണ്ട് ഓടുന്ന രംഗം നമ്മൾ കണ്ടു. ആ രംഗമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അവർ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ഓടുകയാണ്. അപ്പോഴൊക്കെ പുറകെ വന്നിട്ട് ആളുകൾ ഇടിക്കുകയാണ്, ഓപ്പോസിറ്റ് വന്ന ആളുകൾ ഇടിക്കുകയാണ്. ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്. നിരവധി സ്ഥാനാർത്ഥികൾക്ക് അവിടെ പ്രചരണത്തിന് പോലും പോകാൻ കഴിയാത്ത അവസ്ഥകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊക്കെ ചെയ്യാമോ എന്നുള്ളതൊക്കെ ശരിയാണ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ പല്ലിന് പല്ല് കണ്ണിന് കണ്ണ് എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ പോളിസി. അവർ BJPയെ പോലെ തന്നെ എന്തും ചെയ്തും ജയിക്കാൻ തയ്യാറുള്ള ഒരാളുകളാണ് എന്നുള്ളതാണ് വാസ്തവം. തിരിച്ചുമൊക്കെ ചില ചെറിയ സ്ഥാനാർത്ഥികൾക്ക്, തൃണമൂലിലെ സ്ഥാനാർത്ഥികൾക്കുമൊക്കെ അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കൂടുതലും കിട്ടിയിട്ടുള്ളതും കൂടുതലും പ്രചരണത്തിന് പോലും പോകാൻ സമ്മതിക്കാതിരുന്നിട്ടുള്ളതുമൊക്കെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥികൾക്കാണ്, NDAയുടെ സ്ഥാനാർത്ഥികൾക്കാണ്. ഈവൻ കേന്ദ്രസേനയുടെ സെക്യൂരിറ്റികൾ അവർക്കുണ്ടായിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പീപ്പിൾസ് പൾസിൻ്റെ സർവേ പറയുന്നത് 177 മുതൽ 187 വരെ സീറ്റുകൾ TMCക്ക് കിട്ടാമെന്നുള്ളതാണ്. 95 മുതൽ 110 വരെ സീറ്റുകൾ ഈ പറയുന്ന NDA സഖ്യത്തിന് BJPക്ക് കിട്ടാമെന്നുള്ളതാണ്. അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു വെക്കട്ടെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്, വെസ്റ്റ് ബംഗാളിൽ കഴിഞ്ഞ തവണയും, അതായത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മമതാ ബാനർജിയുടെ സീറ്റുകൾ കുറയും, അവർക്ക് തിരിച്ചടിയായിരിക്കും നേരിടുക എന്നുള്ളതാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത്. പക്ഷേ 6 സീറ്റുകൾ മമതാ ബാനർജിയുടെ TMC അവിടെ കൂട്ടുകയാണ് ചെയ്തത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. 6ഓളം സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടുകയും ചെയ്തു പാർലമെൻറ്റിലേക്ക് എന്നുള്ളത് നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഫൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 27-28% വരുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഉണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. ആ മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ ഡിസീവ് ആയിട്ടുള്ള ഫാക്ടറാണ്. 90ഓളം സീറ്റുകളിൽ അവരാണ് വിജയം തീരുമാനിക്കുന്നത്. ആ വിജയം തീരുമാനിക്കുന്നതിനെ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഹുമയൂൺ കബീറിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് അവിടെ ബാബറി മസ്ജിദിൻ്റെ റെപ്ലിക്ക പണിയാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ BJP ശ്രമിച്ചിരുന്നു. അതും മമതാ ബാനർജി പൊളിച്ചു. വളരെ കൃത്യമായി അയാളുടെ പുറകെ നടന്ന് ഒരു സ്റ്റിംഗ് ക്യാമറ ഓപ്പറേഷൻ നടത്തി. അയാൾ തന്നെ ഇത് ഹിമന്ത ബിശ്വ ശർമ്മയും ആസാം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഒക്കെ അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണെന്നും അതിൻ്റെ ഭാഗമായിട്ട് 200 കോടി രൂപ എനിക്ക് ആദ്യമേ തന്നെ കിട്ടിയിരുന്നതും ആ കോടികൾ മുടക്കിയാണ് ഇതൊരു വലിയ ആഘോഷമാക്കി ബാബറി മസ്ജിദ് പണിയുന്ന പരിപാടി നടത്തിയതും അവർക്കെല്ലാം വലിയ ഭക്ഷണം കൊടുത്തതും ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തതും എന്നൊക്കെ അദ്ദേഹം പറയുന്ന വീഡിയോ ആ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി TMC തന്നെ പുറത്തു വിട്ടിരുന്നു. അദ്ദേഹം ആദ്യം TMCയുടെ MLA ആയിരുന്നു നിങ്ങൾ ആലോചിക്കണം. അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയതാണ്. അദ്ദേഹം പുതിയൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ എവിടെയും BJPക്ക് വേണ്ടി മുസ്ലിം വോട്ട് ബാങ്കുകളെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന അസദുദ്ദീൻ ഒവൈസി അദ്ദേഹവുമായിട്ട് ചേർന്ന് ഒരു സഖ്യമുണ്ടാക്കിയിരുന്നു. അസദുദ്ദീൻ ഒവൈസി ആ സഖ്യത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് ഫൈറ്റ് നടത്തിക്കൊണ്ടാണ് മമതാ ബാനർജി അവിടെ മുന്നേറുന്നത്. അവർ അത്രത്തോളം വലിയ ഫൈറ്റിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് യഥാർത്ഥത്തിൽ ഒരു സാധാരണ തെരഞ്ഞെടുപ്പായി പോലും നമുക്ക് വെസ്റ്റ് ബംഗാളിൽ കാണാൻ പറ്റില്ല. വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത് അങ്ങേയറ്റത്തെ യുദ്ധമാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, 5 കൊല്ലവും തന്നെ അവിടുത്തെ ഒരു ഗവൺമെൻറ്റിന് വേണ്ടി അവരോട് TMC 5 കൊല്ലവും തന്നെ ഒരു വലിയ ഏജൻസി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏജൻസി ആയിട്ടുള്ള IPAC എന്ന് പറയുന്ന ഏജൻസി അവിടെ കൽക്കട്ടയിൽ തന്നെ കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് ആളുകൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓഫീസുകൾ റെയ്ഡ് ചെയ്യുകയും അവരുടെ ചില ഫൗണ്ടർ ഡയറക്ടറുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും. അതുപോലെ തന്നെ കൽക്കരി ഖനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതിയുടെ പേരിൽ അതൊക്കെ ചെയ്യുമ്പോൾ പോലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ ഒരു മുഖ്യമന്ത്രിയും ചെല്ലാത്ത പോലെ അവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ വന്നപ്പോൾ മമതാ ബാനർജി എന്നിട്ട് ആ ഫയലെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഫിസിക്കലി തന്നെ അവർ അവിടെ വളരെ അഗ്രസീവായി അറ്റാക്ക് ചെയ്യാൻ തയ്യാറുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ ഈ പറയുന്ന ഏജൻസികളെ നിങ്ങൾ ഇനിയും ബുദ്ധിമുട്ടിച്ചാൽ, അവരെ പരിധി കലയാക്കാൻ ശ്രമിച്ചാൽ ആ ഏജൻസിയിലുള്ള എല്ലാവർക്കും ഞങ്ങൾ ജോലി കൊടുക്കും, അവരെല്ലാവരെയും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജി ഫൈറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ മമതാ ബാനർജിയെ വീഴ്ത്താൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ സുവേന്ദു അധികാരിയുടെ
ബാനർജിയുടെ നേതൃത്വത്തിൽ പഠിച്ച പണി 18 പയറ്റുകയാണ് അവിടെ BJP എന്ന് പറയുന്നത്. പക്ഷേ BJPയോട് പറയാനുള്ളത് മമതാ ബാനർജിയാണ് ബംഗാൾ ടൈഗർ എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അവരൊരു പുലിയാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്നറിയില്ല, കുറേ പഴയ ആളുകൾക്കെങ്കിലും അറിയാം. ജയപ്രകാശ് നാരായണൻ്റെ കാറിൻ്റെ മുകളിൽ കയറി നൃത്തം ചെയ്യുന്ന ലെവലിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സ്ത്രീ, അത് ബംഗാളിലെ ഒരു സാധാരണക്കാരിയായ സ്ത്രീ പെൺകുട്ടി ജയപ്രകാശ് നാരായണൻ എന്ന് പറയുന്ന ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു നേതാവിൻ്റെ കാറിൻ്റെ മുകളിൽ കയറി അടിയന്തരാവസ്ഥ കഴിഞ്ഞ സമയത്ത് നൃത്തം ചെയ്തിട്ടുള്ള ഒരു ആളാണ് ഈ പറയുന്ന മമതാ ബാനർജി. എന്ന് പറഞ്ഞാൽ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന BJPക്ക് ഒത്ത എതിരാളിയാണ്. ജയിക്കാൻ എന്തും ചെയ്യുന്ന ഏതറ്റം വരെ പോകുന്ന ഒരാളാണ്. ഇലക്ട്രൽ ബോണ്ട് വഴി വലിയ പണം സമ്പാദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രി, മമതാ ബാനർജിയുടെ ഒരു മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു സീരിയൽ നടിയുടെ വീട്ടിൽ നിന്നാണ് 21 കോടി രൂപ പിടിച്ചത്. ആ 21 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു റൂമിൻ്റെ അകത്ത് ഇങ്ങനെ വെറുതെ മൂലയിൽ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ചിത്രം കണ്ടിട്ടുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ അതുപോലെ പണമുള്ള, മസിൽ പവറുള്ള, ഗുണ്ടകളുള്ള, അത് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പാർട്ടി കൂടിയാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി. മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ ഒത്ത പോരാളിയാണ്. അതുകൊണ്ട് അവരെ തോൽപ്പിക്കുക ഇത്തവണയും ബുദ്ധിമുട്ടായിരിക്കും. സീറ്റുകളൊക്കെ ഒരുപക്ഷെ ചിലപ്പോൾ കുറഞ്ഞേക്കാം. കഴിഞ്ഞ തവണ ഇതുപോലെ കുറയുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് കൂടുകയാണ് ചെയ്തത്. പക്ഷേ ഒരുപക്ഷെ കുറഞ്ഞേക്കാം. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു 170-180 സീറ്റുകൾ നേടി മമതാ ബാനർജി അധികാരത്തിൽ വരും.